മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു വികാരമാണ് നമുക്ക് മുത്തപ്പന്റെ കാര്യത്തില്. മുത്തപ്പൻ ഒരു നായാട്ട് ദൈവം കൂടിയാണ്. അതാണ് ഈ നായകളെ പട്ടിയുടെ രൂപം, നായയുടെ രൂപം വെച്ചിരിക്കുന്നു. ഉണക്കമീൻ പ്രസാദമായി നൽകുന്നു. ഈ മുത്തപ്പൻ കോലം രണ്ടു തരത്തില്, വെള്ളാട്ടും ഈ ഉറയലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് എന്തായാലും ഒരു 2-2:30 മണിയാവും. പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാൻ സമയം കിട്ടും. അതിനിടയിൽ വീണ്ടും അതുപോലത്തെ ഒരു തോറ്റം, കൊടിയിലെ തോറ്റം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകണം. പിന്നെ അതിന്റെ കുറെ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 22 മണിക്കൂർ തെയ്യക്കാരന് റെസ്റ്റ് ഇല്ല. മുത്തപ്പൻ സങ്കല്പം എന്താണെന്നൊന്നും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ഇല്ലത്ത് പറഞ്ഞ ഒരു മകൻ ഇങ്ങനെ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതാണ്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നു. മുഖത്തെഴുത്തുന്ന സ്വയമാണോ അതോ മറ്റു കലാകാരന്മാരാണോ മുഖത്തെഴുതുന്നത്? ഈ തെയ്യത്തിന്റെ കാര്യത്തിൽ മുഖത്തെഴുത്തിനും വളരെ മറ്റുള്ള ഒരു കലയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യങ്ങളുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എഴുതി പഠിക്കുന്നത്, ഇപ്പോൾ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതുപോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് തല കീഴാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക, വരക്കുന്നത്. ഇപ്പം ഒരാൾക്ക് മുഖത്ത് വരച്ചു കൊടുക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്നത് ഒന്നും വരക്കുന്നത് ഓപ്പോസിറ്റുമാണ്. കാരണം നമ്മുടെ മടിയിലേക്കാണ്, നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് കിടന്നിട്ട് നേരെ തിരിച്ചിട്ടാണ് എഴുതുക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമുക്ക് മറ്റൊരാളാണ് എഴുതി തരുന്നത്. പരസ്പരം രണ്ട് കോലധാരികൾ ഉണ്ടെങ്കിൽ ഒരു പരസ്പരം എഴുതും, അതോ അല്ലല്ല, അതിന് വേറെ തന്നെ ആൾക്കാരുണ്ട്. മുത്തപ്പൻ തെയ്യത്തിന്റെ ഒക്കെ സ്വന്തം തന്നെ ചെയ്യണം. അപ്പൊ അവര് മടിയിൽ കിടക്കുമ്പോൾ അത് തിരിച്ചെഴുതും. എന്തൊക്കെ മെറ്റീരിയലാണ് ഈ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗത? അതിന് ചായില്യം, മണേല എന്ന് പറയുന്ന ഇതൊക്കെ, മഷി, ഇതൊക്കെയാണ് ഉപയോഗിക്കാറ്. അത് കല്ലിന്റെ ഒക്കെ പൊടികളാണ്. കാലാനുസൃതമായ മാറ്റം വന്നിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത്? ചെറിയ എഴുത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു മുഖത്തെഴുത്തിൽ ഓരോരോ ദളങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കൃത്യമായിരിക്കും കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവരവരുടെ കഴിവിനനുസരിച്ച് അതിനെ മെച്ചപ്പെടുത്തിയെടുക്കും. പക്ഷെ തട്ടും തളവും എന്നൊക്കെ പറയാറുണ്ട്. അത് കറക്റ്റായിരിക്കും. അതിൻ്റെ ഉൾഭാഗമൊക്കെ അളവ് കറക്റ്റായിരിക്കും. പക്ഷെ പുറമേയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും. ഇംപ്രൂവൈസേഷൻ എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട്. ഇംപ്രൂവൈസേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ കഥകളി, ഇപ്പം ഞാൻ കൊട്ടാരക്കാരനാണ്. അപ്പം കഥകളി പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ ഒരു കഥ അല്ലെങ്കിൽ 2 കഥ സന്ധ്യയ്ക്ക് തുടങ്ങി പിറ്റേന്ന് രാവിലെ നേരം പുലരോളം കഥകളി ഉണ്ടാകുമായിരുന്നു നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ. ഇപ്പം അതിനെയൊക്കെ ചെറുതാക്കി 2 മണിക്കൂർ 3 മണിക്കൂറും ഉണ്ട് ഒരു കഥയെ പറഞ്ഞു തീർത്ത്. കാരണം കാണാൻ കാഴ്ചക്കാരല്ല, എത്രയെന്ന് പറഞ്ഞിട്ടാണ് കലാകാരന്മാർ ഒറ്റയ്ക്ക് ഇന്ന് കഥകളി ആടുക. അപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് ഇതിനെ ചുരുക്കി. അപ്പം അത്തരത്തിൽ തെയ്യങ്ങളിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? തെയ്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു വെച്ചാൽ കാവുകളിൽ നിന്ന് പറയേണ്ട നമുക്ക് വളരെ പെട്ടെന്നാക്കണം, ഇന്ന സമയത്ത് കഴിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാണ്, നമുക്ക് ഇത് പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം. സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതെന്നല്ല തെയ്യത്തിൻ്റെ കാര്യങ്ങൾ. ഭക്തന്മാർ കൂടുമ്പോൾ അനുഗ്രഹിക്കേണ്ട സമയങ്ങൾ കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷമങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ തെയ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഈ ഐതിഹ്യങ്ങൾ ഈ തോറ്റമ്പാട്ടിലൂടെ ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്രഗാനവേള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അത് നമുക്ക് പകുതിക്ക് നിർത്തിയിട്ട് പോകാനൊന്നും പറ്റില്ല. ഒരു ദൈവമാവണമെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ചൊല്ലി സ്തുതിച്ച് നമ്മുടെ പള്ളിയറയിൽ വെച്ച ദീപത്തിൽ നിന്ന് കൊടിയലയിലൂടെ, കൊടിയല എന്ന് പറയുന്ന അതിൽ നിന്ന് ദീപവും തിരിയും തന്ന് ഈ തെയ്യം കെട്ടുന്ന കോലധാരിയുടെ കയ്യിലേക്ക് ആവാഹിച്ച് തന്ന് ആ ദീപവും തിരിയും കൊണ്ട് അണിയറയിലേക്ക് പോകുന്ന സമയത്താണ് പൂർണ്ണമായിട്ടും ആ ദൈവസങ്കല്പത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ചൊല്ലി തീർത്തെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് അത് കതുവനൂർ വീടിൻ്റെതായാലും മറ്റുള്ള ദൈവത്തിൻ്റെ ആയാലും ഈ തെയ്യത്തിൻ്റെ എല്ലാ ഐതിഹ്യങ്ങളാണ് ഈ തോറ്റം എന്ന് പറഞ്ഞത്. തോറ്റുണർത്തലാണ് നമ്മുടെ അണിയറയിലാണോ ചെയ്യുന്നത്? അല്ല, പള്ളിയറയുടെ മുന്നിൽ അത്രയും സമയം പള്ളിയറയിൽ ഇല്ലെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉണ്ടാകുന്ന ആ ദൈവ സങ്കല്പത്തിൽ
പ്രതിഷ്ഠ ചെയ്തു. ആ ദൈവത്തെ നമ്മുടെ കോലധാരിയിലേക്ക് ചൊല്ലി സ്തുതിച്ച് ആ ദൈവത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ തോറ്റം പാടുന്ന സമയത്ത് കോലധാരി ആവാനിരിക്കുന്ന ആൾ അവിടെ ഉണ്ടാവണമെന്നാണ്? കോലധാരി ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ 3 മണിക്കല്ല, തലേന്നേ നമ്മൾ ഉണ്ടാവണം. കതിവനൂർ വീരൻ്റെ ഏകദേശം ഒരു വൈകുന്നേരം 7 മണിക്ക് കതിവനൂർ വീരൻ്റെ ഈ തോറ്റത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൊല്ലി തീരുമ്പോൾ ഏകദേശം ഒരു 1 മണി എങ്കിലും ആവും. 1 മണി വരെയും ഈ തെയ്യക്കാരന് ഇരിക്കാനൊന്നും പറ്റില്ല. ഈ ചൊല്ലുന്നതിനനുസരിച്ച് അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ദൈവം പോകുന്നതും വരുന്നതും ആ വഴികളൊക്കെ, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കർമ്മങ്ങൾ, ഇരിക്കാൻ പറ്റില്ല. അത് അവസാനം കൊടകിലെത്തിയിട്ട് ആ യുദ്ധത്തിന് പോകുന്ന സങ്കല്പത്തിലാണ് ഒറയൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കളരി അഭ്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ. അത് ഏകദേശം ഒരു 2 മണിക്കൂറോളം. മുഖത്തെഴുത്തും കോലവും ഉണ്ടാവും? ഇല്ല, ചെറിയ ആ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. മുഖത്തെഴുത്ത് ഉണ്ടാവില്ല, മഷിയൊക്കെ ഇട്ടുള്ള ഒരു രൂപമാണ്. അവിടെയാണ് ഈ വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയം ഏകദേശം ഒരു 2 മണിക്കൂർ വരെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് തുടങ്ങുന്ന ഈ കാര്യങ്ങൾ ചൊല്ലി തീർത്ത് പിന്നെ ഈ ഒറയലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു 2-2:30 മണിയാവും. പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാൻ സമയം കിട്ടും. അതിനിടയിൽ വീണ്ടും അതുപോലത്തെ ഒരു തോറ്റം, കൊടിയിലെ തോറ്റം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകണം. പിന്നെ അതിൻ്റെ കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. 22 മണിക്കൂർ തെയ്യക്കാരന് റെസ്റ്റ് ഇല്ല. ഈ ഒന്നും ബ്രഷെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മുഖത്തുന്ന സമയത്ത് ഒരു 3/4 മണിക്കൂർ സമയം കിട്ടും. ഉറങ്ങാനൊന്നും പറ്റില്ല. കാരണം 5 മണി എന്ന് പറയുമ്പോൾ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ഇല്ല, ഇരിക്കാൻ പറ്റില്ല ദൈവത്തിന്. ഇതൊന്നും ആ സമയത്ത് ആ വേദനകളോ ഒന്നും അറിയില്ല. അന്നേരം അതൊന്നും നമുക്ക് തോന്നാറില്ല. ഇനി മുത്തപ്പനിലേക്ക് വന്നാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സതീശേട്ടനൊക്കെ UK പോയിട്ട് മുത്തപ്പൻ കെട്ടിയാടിയിട്ടുണ്ട്. അപ്പം ഈ മുത്തപ്പൻ സങ്കല്പം എന്താണെന്നൊന്നും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കട മുത്തപ്പൻ. യഥാർത്ഥ മുത്തപ്പൻ സങ്കല്പം എന്താണ്? മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ അയ്യങ്കര എന്ന് പറയുന്ന ഒരു ഇല്ലത്ത് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുളിക്കാൻ പോയ ഒരു ദിക്കിൽ നിന്ന്, തിരുവങ്കടവ് എന്ന് പറയുന്ന കടവിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയെന്നതാണ് സങ്കല്പം. അങ്ങനെ ഇല്ലത്ത് വളർത്തുകയും ആ ഇല്ലത്ത് കഴിഞ്ഞ ഈ മുത്തപ്പൻ കാടന്മാർ, വേടന്മാർ ഇങ്ങനെ അവരുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ മൃഗങ്ങളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയൊക്കെ വേട്ടയാടി ഇത് കഴിക്കാൻ തുടങ്ങി, കള്ളു കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇല്ലത്ത് വരുമ്പോൾ ആ വീണ് കിട്ടിയ ആ പുത്രനെ കൊണ്ട് പാടിക്കുറ്റിയമ്മക്ക് സങ്കടമായി. അപ്പോൾ അവിടുന്ന് വിട്ടു പോകുന്നതാണ്. ബ്രഹ്മനൂല് പൊട്ടിച്ച് ശ്രീ പാലാഴിയിലൊഴുക്കി അങ്ങനെ കുന്നത്തൂർ എന്ന് പറയുന്ന ഊരിലേക്ക് അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ അവരുമായിട്ട് ചങ്ങാത്തം കൂടി അങ്ങനെ ദൈവമായിട്ട് ഒരു കാട്ടാള വേഷത്തോട് കൂടിയിട്ട് ദൈവമായിട്ട് വരുന്ന മുത്തപ്പൻ്റെ കഥകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഹരിശ്ചന്ദ്ര കോട്ട പണിയുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇല്ലത്ത് പറഞ്ഞ ഒരു മകൻ ഇങ്ങനെ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതാണ്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ മുത്തപ്പന് ഉണക്കമീനൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്നു. ഞാൻ വരുമ്പോൾ ഇവർ വണ്ടിയിലിരുന്ന് പറയായിരുന്നു, ഇവര് കണ്ണൂര് അധികം വരാത്ത ആളുകളാണ്, വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നിട്ട് ഈ പട്ടിയൊക്കെ കയറുന്ന ക്ഷേത്രം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർക്ക് വലിയ ഐഡിയ ഇല്ല. എൻ്റെ കൂടെ വന്നവർ അവിടെ ഒന്ന് പോകണം, മുത്തപ്പനെയാണ് പറയുന്നത്, പറശ്ശിനിയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ക്ഷേത്ര സങ്കല്പങ്ങൾ എന്താണ്, അവിടെ മത്സ്യമോ മാംസമോ ഒന്നും കയറ്റാത്ത 4 കാലി മൃഗങ്ങൾക്ക്, അതായത് ആനയോ കാളയോ പശുവാണെങ്കിലും ഒക്കെ, ബാക്കി ഒരു 4 കാലി മൃഗങ്ങൾക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ്. അവിടേക്ക് പട്ടിയുടെ രൂപം, നായയുടെ രൂപം വെച്ചിരിക്കുന്നു. ഉണക്കമീൻ പ്രസാദമായി നൽകുന്നു. അവിടെ എത്തുന്ന എല്ലാവർക്കും പ്രസാദമായി ചായയും പയറും കൊടുക്കുന്നു. എന്നപ്പോൾ അതൊരു വല്ലാത്ത മനുഷ്യനും ദൈവവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കുകയാണ് ആ മുത്തപ്പനെ കുറിച്ച് പറയാം. മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു വികാരമാണ് നമുക്ക് മുത്തപ്പൻ്റെ കാര്യത്തിൽ. മുത്തപ്പൻ ഒരു നായാട്ട് ദൈവം കൂടിയാണ്. അതാണ് ഈ നായകളെ അവിടെ നേർച്ചയായിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവിടെയുള്ള നായികളൊന്നും വേറെ ആരും ഒന്നും ചെയ്യില്ല.
അത് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുക. അതേപോലെ തന്നെ ആ ഒരു ചടങ്ങിൻ്റെ സമയത്തൊക്കെ നായി കൃത്യമായിട്ട് ആ ഒരു സമയത്തൊക്കെ അവിടെ വന്ന് മുത്തപ്പൻ കൊടുക്കുന്ന പ്രസാദമൊക്കെ കഴിച്ചിട്ട് പോകും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ മുത്തപ്പൻ കോലം 2 തരത്തിൽ, ആ വെള്ളാട്ടും അല്ല മുത്തപ്പൻ ശരിക്കും പറഞ്ഞാൽ 5 മുത്തപ്പനുണ്ട് എന്നാണ്. ബാലദൈവനൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും ഉണ്ട്. ഇപ്പോഴും പറശ്ശിനിലൊക്കെ കിട്ടുന്നത് മുത്തപ്പനും തിരുവപ്പനും എന്ന് പറയുന്നതാണ്. ഒന്ന് മഹാവിഷ്ണുവിൻ്റെ സങ്കല്പം, ഒന്ന് ശിവന്റെ സങ്കല്പമാണ്. വൈഷ്ണവ സങ്കല്പത്തിലാണ് വരുന്നത്. ഈ ചേട്ടൻ ഇത് രണ്ടും കിട്ടാറുണ്ടോ? ഇല്ല, ഞാൻ തിരുവപ്പനെ ഇതുവരെയായിട്ട് കിട്ടിയില്ല. തിരുവപ്പനെ കെട്ടണമെങ്കിൽ ആചാരങ്ങൾ വേണം. അപ്പോൾ ആചാരപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതിനു മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം ആചാരം ഇല്ലാത്തതിന്റെ പേരിൽ ഇപ്പൊ ആചാരം വന്നെങ്കിലും അതിനുള്ള അവസരങ്ങൾ വരാത്തതുകൊണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സതീശേട്ടനെ ഇപ്പോഴായതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. തെയ്യക്കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ തിരക്ക് പിടിച്ചുള്ള കാവുകളിൽ നിന്ന് കാവുകളിലേക്കുള്ള ഓട്ടമായിരിക്കും എന്നറിയാം. ഇത് ഈ കോലത്തിന് ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾ നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണോ?